കേരള മ്യൂറൽ പെയിൻറ്റിങ് എന്ന് പറയുന്നത് എപ്പോഴും കുറച്ച് റൂൾസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഇതിൽ നിന്ന് ചെറിയ ചില മാറ്റങ്ങൾ നമുക്ക് വരുത്താമെങ്കിലും ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ബേസിക് റൂൾസ് തന്നെയാണ്. ഇന്ന് ഞാനൊരു ചെറിയൊരു എക്സ്പെരിമെൻ്റാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കേരള മ്യൂറൽ പെയിൻറ്റിങ് സ്റ്റൈലിൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള കുറച്ച് ഒബ്ജക്ട്സിനെ ഒന്ന് വരച്ച് നോക്കാം. അതിപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ചെടികളായാലും ലീഫാണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും എന്ത് ഒബ്ജക്റ്റ് ആണെങ്കിലും അപ്പോൾ നമുക്ക് ഈ പെയിൻറ്റിങ് സ്റ്റൈൽ ഉപയോഗിച്ച് മ്യൂറൽ പെയിൻറ്റിങ് സ്റ്റൈൽ ഉപയോഗിച്ചൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ആദ്യം എനിക്കതിന് വേണ്ടത് ഒരു മോഡലാണ്. നമുക്ക് ഇവിടെ ഉള്ള ചുറ്റുവട്ടത്ത് നിന്ന് ഒരു മോഡലിനെ ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. ഇതുള്ളല്ലോ. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഈ ഒരു ഫേണാണ്. ഇനി കണ്ടോ ഒരു പ്രത്യേക ടെക്സ്ചറൊക്കെയാണ് ഇതിനുള്ളത്. നമുക്ക് ഇതാക്കാം ഒരു മോഡൽ. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വയലാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് നോക്കിയാൽ എന്തെങ്കിലും കുറച്ചും കൂടെ സാധനങ്ങൾ നമുക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഒരു മോഡൽ നമുക്ക് ഈ ഫേണാക്കി വയ്ക്കാം. നമുക്കിത് നമ്മുടെ രണ്ടാമത്തെ സബ്ജക്റ്റിനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയൊരു പൂവാണ്, പക്ഷേ നല്ല ഭംഗിയുള്ള പേർപ്പിൾ കളറായിട്ടുള്ളൊരു പൂവ്. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് തൊടികളിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ്. പിത്തക്കൊല്ലി എന്നൊക്കെയാണ് നാട്ടിൽ ഇതിന് പേര് പറയുന്നത്. ഒരു കുറച്ച് മെഡിസിനൽ വാല്യൂ ഒക്കെ ഉള്ളതാണ്. പനിക്കൊക്കെ യൂസ് ചെയ്യുന്നതായിരുന്നു പണ്ടൊക്കെ. അങ്ങനത്തെ ഒരു ചെടിയാണ്. വളരെ കുഞ്ഞു പൂവാണെങ്കിലും ഒന്നോ രണ്ടോ പൂക്കളായിട്ടാണ് ആ ഒരു ഇതിൽ സ്റ്റാക്കിലുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് മോഡൽ ഇതാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ഇപ്പോൾ നമുക്ക് വരയ്ക്കാനുള്ള 2 സബ്ജക്റ്റും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നടന്നു വരുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയൊരു പൂവ് ഉണ്ടായിരുന്നു. നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഈ പൂവ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന പൂവിനേക്കാൾ കുറച്ചും കൂടെ ഒരു വലിപ്പമുള്ള പൂവാണ്. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കാണുന്ന തൊടിയിലൊക്കെ കാണുന്ന ഒരു ചെടി തന്നെയാണ് ഇതും. ഉപ്പിളി എന്നാണ് ഇതിൻ്റെ പേര്. കാരണം പണ്ട് കാലത്തൊക്കെ ഉപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ചെടിയുടെ ലീഫൊക്കെ ഉപയോഗിച്ചിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പൂ നമ്മൾ നേരത്തെ കണ്ട പൂവിനേക്കാൾ കുറച്ചും കൂടെ വലുപ്പമുള്ളതാണ്. അപ്പോൾ വരയ്ക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇതിനെ ഒന്നും കൂടെ ഒരു മോഡലാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഏതാ വേണ്ടതെന്നൊന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് വരയ്ക്കാനുള്ള 2 മോഡൽസും കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഒരു ലീഫാണ്, പിന്നെ 2 പൂക്കളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറിയൊരു പൂവും ഒന്ന് കുറച്ചുകൂടെ വലിപ്പമുള്ള പൂവും. അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കാനായി നമ്മുടെ ഗോതയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ മോഡൽസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്കെച്ച് ചെയ്യാൻ പോവാണ്. സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കെച്ച് ബുക്ക് എടുത്തിട്ടുണ്ട്. ഇത് A5 സൈസിലുള്ള സ്കെച്ച് ബുക്കാണ്. അപ്പോൾ ആ സ്കെച്ച് ബുക്കിലേക്കാണ് നമ്മൾ ഈ ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫ്സ് എടുത്തായിരുന്നു. ആദ്യം ഞാൻ എടുത്തിരുന്നത് ലീഫിൻ്റെ ഫോട്ടോ ആയിരുന്നു. ഈ ലീഫാണ് ഞാൻ ബേസ് ആയിട്ട് വെക്കുന്നത്. ആ ലീഫിൽ നിന്ന് ഫ്ലവർ അറേഞ്ച് ചെയ്ത രീതിയിലാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്ലവർ നമ്മൾ ലാസ്റ്റ് എടുത്ത ഈ ഒരു ഫ്ലവറാണ്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ എടുത്തിരുന്ന ഫ്ലവർ അത് കുറച്ചും കൂടെ ചെറുതായിരുന്നു. അത് വേണമെങ്കിലും അത് വരയ്ക്കായിരുന്നു. പക്ഷേ എനിക്കിതൊന്നും കമ്പോസ് ചെയ്ത സമയത്ത് കുറച്ചും കൂടെ നന്നായി തോന്നിയത് ഈ ഒരു ഫ്ലവർ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്കെച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ലീഫിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്കെൽറ്റൺ ഇടുന്നത്. ഇതിൽ ലീഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓൾട്ടർനേറ്റീവായിട്ടുള്ള രീതിയിലാണ്, വിനേഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം.
നമ്മുടെ സ്കെച്ച് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. റെഡ് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാർലറ്റ് ലേക്കിൻ്റെയും ബേൺ സിയനയുടെയും 1:1 എന്നുള്ള റേഷ്യോ വെച്ചിട്ടുള്ള മിക്സാണ് ഞാൻ എടുക്കുന്നത്. ഒരു പോയിൻറ്റഡ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഇനി നമുക്കടുത്ത് യെല്ലോ വാഷാണ് ചെയ്യാനുള്ളത്. യെല്ലോ ഓക്കർ വെച്ചിട്ടാണ് ഞാനിവിടെ യെല്ലോ വാഷ് ചെയ്യുന്നത്. ഇപ്പോൾ ലീഫാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഫ്ലവറിൻ്റെ ഭാഗത്ത് നമുക്ക് കളർ കൊടുക്കണം. ശരിക്കും ഈ ഫ്ലവറിൻ്റെ കളർ ഒരു പേർപ്പിൾ, ലൈറ്റ് പേർപ്പിളായിട്ടുള്ള കളറാണ്. അപ്പോൾ നമ്മളിത് മ്യൂറലിൽ നമ്മൾ ഈ പിങ്കോ പേർപ്പിളോ അങ്ങനത്തെ കളേഴ്സ് ഉപയോഗിക്കാറില്ല സാധാരണ. ഒരു പിങ്കിൻ്റെ ഒരു വേരിയേഷൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ കളറ് കൊടുക്കുന്നത് റെഡിൻ്റെ ഒരു വേറൊരു കളർ ടോണാണ് കൊടുക്കുക, ലൈറ്റായിട്ടുള്ളൊരു ടോണാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഫ്ലവറിന് റെഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്യുന്നത്. റെഡ് വെക്കേണ്ടതായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗങ്ങളിലൊന്ന് യെല്ലോ വാഷ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ യെല്ലോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റെഡാണ് ചെയ്യാനുള്ളത്. നമുക്കിവിടെ ഈ റെഡ് കൊടുക്കാനുള്ളത് ഈ ഫ്ലവറിൻ്റെ ചെറിയ ചില ഭാഗങ്ങളിലാണ്. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് നോക്കിയിട്ട് ഷെയ്ഡ് കൊടുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷെയ്ഡിങ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് ബിന്ദുജം ഉപയോഗിച്ചാണ്. ഇപ്പോൾ ഫ്ലവർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബിന്ദുജം വെച്ചിട്ടാണ് ഇവിടെ ഷെയ്ഡിങ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലീഫാണ്. അത് കുറച്ച് നല്ലതുപോലെ ലീവ്സിന് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കളർ ചെയ്യാം. ഗ്രീൻ്റെ വാഷ് നമ്മൾ ചെയ്യുമ്പോൾ അതിനെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓക്കർ യെല്ലോയുടെയും സാപ്പ് ഗ്രീനിൻ്റെയും ഒരു മിക്സാണ്. അത് വെച്ച് നമുക്ക് ആദ്യം ഒരു ഫസ്റ്റ് വാഷ് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്രീനിൻ്റെ ഫസ്റ്റ് വാഷാണ് കംപ്ലീറ്റ് ആയത്. ഇനി നമുക്കിതിന് ഷെയ്ഡാണ് കൊടുക്കാനുള്ളത്. സാപ്പ് ഗ്രീൻ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലവേഴ്സിന് ചെയ്തിരുന്നത് പോലെ തന്നെ ഡോട്ട് ഷെയ്ഡിംഗ് ആണ് നമുക്കിവിടെ ഈ ലീഫിനും ചെയ്യുന്നത്. ബിന്ദുജം മെത്തേഡിൽ നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മൾ ഗ്രീനിൻ്റെ ഷെയ്ഡിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ലീവ്സിന് ഇതുപോലെ ബിന്ദുജ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ക്ഷമയോടുകൂടി ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഡിസൈൻ ഒന്ന് ഒരു ഫാബ്രിക്കിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെയ്ത് നോക്കിയത്. നിങ്ങളുടെ ചുറ്റിനുള്ള ഒബ്ജക്ട്സിനെ എടുത്ത് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.